സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഗൂഗിൾ സൈറ്റ് ഉണ്ടാക്കുക, ഹൗ വി ക്യാൻ ക്രിയേറ്റ് എ ഗൂഗിൾ സൈറ്റ്, എങ്ങനെ നമുക്ക് ഒരു ഗൂഗിൾ സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം, ഓരോ വ്യക്തിക്കും ജിമെയിൽ ID ഉണ്ടായിരിക്കും. ഈ ജിമെയിൽ ID ഉപയോഗിച്ച് സാധാരണ വെബ്സൈറ്റുകൾ പോലെയുള്ള ഗൂഗിൾ സൈറ്റ് നമുക്ക് നിർമ്മിക്കാനാകും. സാധാരണ രീതിയിൽ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും കമ്പനികൾക്കുമൊക്കെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് നാം പണമടക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഗൂഗിൾ സൈറ്റ് തികച്ചും സൗജന്യമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഗൂഗിൾ സൈറ്റ് സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാം, സ്കൂളുകൾക്ക് ഉപയോഗിക്കാം, കോളേജുകൾക്ക് ഉപയോഗിക്കാം, വിവിധ ക്ലബ്ബ് ആക്ടിവിറ്റികൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. സാധാരണ ഒരു വെബ്സൈറ്റ് പോലെ ധാരാളം ഫെസിലിറ്റീസ് ഈ ഒരു ഗൂഗിൾ സൈറ്റിലുണ്ട്. അവയൊക്കെ ഉപയോഗപ്പെടുത്തി കൃത്യമായ അപ്ഡേഷനോടുകൂടെ നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തെ പറ്റിയോ സ്കൂളിനെ പറ്റിയോ ക്ലബിനെ പറ്റിയോ അല്ലെങ്കിൽ വ്യക്തിപരമായോ എന്തെങ്കിലും ഇൻഫർമേഷൻ ആർക്കെങ്കിലും നൽകണമെങ്കിൽ പരിപൂർണമായിട്ടും ഈ ഗൂഗിൾ സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് നൽകാവുന്നതാണ്. അതിനുവേണ്ടി കൃത്യമായിട്ട് ഈ ഗൂഗിൾ സൈറ്റിൻ്റെ ലിങ്ക് നമുക്ക് അയച്ചു കൊടുത്ത് അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മുടെ ക്ലബ്ബുകളെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ ഒരു ഗൂഗിൾ സൈറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഒരു ജിമെയിൽ ID ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ ജിമെയിൽ ID ആണ് ഞാൻ തുറന്നു വെച്ചിട്ടുള്ളത്. അതിൽ ന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. പ്ലസ് ഐക്കൺ ഇട്ടുകൊണ്ട് ന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഒരു ന്യൂ എന്നുള്ള ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഫോൾഡർ, ഫയൽ അപ്ലോഡ്, ഫോൾഡർ അപ്ലോഡ്, ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ്, ഗൂഗിൾ ഫോംസ്, ഇങ്ങനെ ഗൂഗിളുമായി ബന്ധപ്പെട്ട ധാരാളം ഫയൽസുകൾ എങ്ങനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്നും ഗൂഗിൾ ഡോക്സ് എങ്ങനെ നിർമ്മിക്കാമെന്നും അതിൻ്റെ ഒക്കെ ഒരുപാട് ഐക്കൺസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും അവസാനമായിട്ടുള്ള മോർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൂന്നാമതായിട്ട് ഗൂഗിൾ സൈറ്റ് എന്ന് കാണാൻ കഴിയും. ഈ ഗൂഗിൾ സൈറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഒരു സൈറ്റിൻ്റെ ഹോം പേജാണ് തുറന്നു വരിക. അതിൽ യുവർ പേജ് ടൈറ്റിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ടൈറ്റിലാണ് കൊടുക്കേണ്ടത് ആ ടൈറ്റിലാണ് അവിടെ എഴുതേണ്ടത്. ഒരു സ്കൂളിന് വേണ്ടിയാണ് ഗൂഗിൾ സൈറ്റ് തയ്യാറാക്കുന്നതെങ്കിൽ സ്കൂളിൻ്റെ പേര് കൊടുക്കുക. അതല്ല ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗൂഗിൾ സൈറ്റ് തയ്യാറാക്കുന്നതെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കുക. അതല്ല ഇനി എന്തെങ്കിലും ക്ലബ്ബ് അഥവാ സയൻസ് ക്ലബ്ബോ സോഷ്യൽ സയൻസ് ക്ലബ്ബോ മാത്സ് ക്ലബ്ബോ അങ്ങനെ എന്തെങ്കിലും ക്ലബിന് വേണ്ടിയാണ് ഗൂഗിൾ സൈറ്റ് തയ്യാറാക്കുന്നതെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള പേര് നൽകുക. KHS തിരൂർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ അതിൻ്റെ ലോഗോ ആഡ് ചെയ്യാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലോഗോ അപ്ലോഡ് ചെയ്ത് അവിടെ എന്താണോ നമ്മൾ ഏതിനു വേണ്ടിയിട്ടാണ് ഗൂഗിൾ സൈറ്റ് ഉണ്ടാക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, യുവർ പേജ് ടൈറ്റിൽ. അപ്പോൾ
ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഗിൾ സൈറ്റ് നിർമ്മിക്കുമ്പോൾ കൃത്യമായിട്ട് ആദ്യം സൈറ്റിൻ്റെ പേര് കൊടുത്തു. ആ പേര് ഇവിടെ തുടക്കത്തിൽ തന്നെ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. KHSS തിരൂർ എന്ന് ഉദാഹരണമായിട്ട് കൊടുത്തു. അടുത്തത് തന്നെ ഓരോ പേജിനും നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജ് ടൈറ്റിൽ കൊടുക്കാൻ കഴിയും. ജസ്റ്റ് ഈ ഒരു ഫസ്റ്റ് പേജിന് അക്കാഡമിക് ആക്ടിവിറ്റീസ് എന്ന് പേര് കൊടുത്തു. ഇനി നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും. അടുത്തത് നമുക്ക് ചേഞ്ച് ഇമേജ്, ഇതിൻ്റെ ഇമേജ് അഥവാ അക്കാഡമിക് ആക്ടിവിറ്റീസ് എന്ന് കൊടുത്താൽ ഇതിന് ഇമേജിൽ വേണമെങ്കിൽ മാറ്റം വരുത്താൻ കഴിയും. ജസ്റ്റ് ഇതിലേക്ക് ഏതെങ്കിലും ഒരു പിക്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ മാറ്റം നമുക്കവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് കൊടുക്കാം. വേൾഡ് മാപ്പിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മാറ്റം അവിടെ ഇതേപോലെ നമുക്ക് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചിത്രങ്ങളും കൊടുക്കാൻ കഴിയും. അടുത്തത് ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻസെർട്ടിൽ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയും. ഒരു ഉദാഹരണമായിട്ട് 2021 അക്കാഡമിക് കലണ്ടർ എന്ന് കൊടുക്കുകയാണ്. ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പലതരത്തിലുള്ള മാറ്റങ്ങൾ, കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. അതുപോലെ ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ നമുക്ക് വരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഈ 2021 മാത്രം അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടണമെങ്കിൽ സൈസ് കൂട്ടാൻ കഴിയും. അതുപോലെ തന്നെ കളർ ബോൾഡാക്കാം. ജസ്റ്റ് കളർ മാറ്റണമെങ്കിൽ കൃത്യമായിട്ട് കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഓരോ ഹെഡിങ്സും അതുപോലെ ഇത് സെൻറ്റർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെൻറ്ററിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റിലേക്കൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഇതിൽ കൃത്യമായിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൽ ഇമേജ് കൊണ്ടുവരാൻ ജസ്റ്റ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. നമ്മൾ ഏതൊരു ഇമേജ് അപ്ലോഡ് ചെയ്താലും അത് ഈ ഒരു ഗൂഗിൾ സൈറ്റിൽ കൃത്യമായിട്ട് അത് വന്നു ചേരും. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യും. ഇത് ഫസ്റ്റിലെ വന്ന് ഈ ഇമേജിൻ്റെ കൃത്യമായിട്ടുള്ള സൈസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. വലിയ ഇമേജുകളാണെങ്കിൽ ചെറുതാക്കാനും വലുതാക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ അടുത്ത ലേ ഔട്ട്, പലതരത്തിലുള്ള ലേ ഔട്ടുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇമേജ് സെലക്ട് ചെയ്ത് അതിൻ്റെ വിശദീകരണങ്ങൾ ഇവിടെ കൊടുക്കാൻ കഴിയും. ഇവിടെ യൂട്യൂബിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇവിടെ കൃത്യമായിട്ട് സൈറ്റ് അഡ്രസ്സ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സിലുള്ള വീഡിയോസ് നമുക്കിവിടെ കൃത്യമായിട്ട് കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു പേജ് നമുക്ക് തുടങ്ങണമെങ്കിൽ ജസ്റ്റ് പേജസിൽ പോയിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിത് പബ്ലിഷ് കൊടുക്കുന്നതോടുകൂടെ ഇത് ഇവിടെ പബ്ലിഷായി വരികയും ചെയ്യും. അങ്ങനെ നമുക്ക് ഗൂഗിൾ സൈറ്റ് വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനാകും.